Hi friends, welcome back to AFWORLD. അപ്പോൾ നമ്മുടെ ഈ ഒരു സെറ്റപ്പും അതേപോലെ തന്നെ നമ്മുടെ ടൈറ്റിലും തമ്പനെയിലൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് സംഗതി മനസ്സിലായിട്ടുണ്ടാവും. ഈ ഒരു മഴക്കാലം ആയി കഴിഞ്ഞാൽ പലരും നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ ഒരു കാറിൻ്റെ ഉള്ളിൽ ഫോഗ് അല്ലെങ്കിൽ ഒരു നമ്മളെ ചില്ലുകളിലൊക്കെ ഒന്നായിട്ട് ഒരു ആവി പിടിക്കുന്ന ഒരു പരിപാടി. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് തരണം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടും ഒരുപാട് തരത്തിലുള്ള മെത്തേഡുകൾ സാധാരണ രീതിയിൽ തന്നെ നമ്മളെല്ലാവരും ചെയ്തു പോരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തമ്മിലുള്ള ഒരു കമ്പാരിസണും കൂടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. സാധാരണ ഇതിൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മളെ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ട് അതെടുത്തിട്ട് നേരെ നമ്മുടെ ചില്ലിലൊക്കെ ഒന്ന് തേക്കുന്ന പരിപാടി. അതേപോലെ തന്നെ നമ്മുടെ വെളിച്ചേമ്പ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അപ്പോൾ അതിൻ്റെ ഇല നേരെ പറിച്ചു കൊടുത്തിട്ട് നേരെ ചില്ലിൻ്റെ പുറത്ത് നമ്മൾ തേക്കാറുണ്ട് പലരും. അപ്പോൾ ഇങ്ങനെ രണ്ട് വഴികൾ. പിന്നെ അതേപോലെ തന്നെ മറ്റൊന്നാണ് നമ്മുടെ ഈ വിനാഗിരി അല്ലെങ്കിൽ നമ്മുടെ സുർക്ക എന്നൊക്കെ പറയുന്ന ഈ സംഭവം ലേശം എടുത്തിട്ട് നമ്മുടെ ചില്ലിലൊക്കെ തേക്കുന്നൊരു പരിപാടി. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഷേവിങ് ഫോം, അതായത് ഷേവിങ് ഉപയോഗിക്കുന്ന ആ ഫോം ഉപയോഗിച്ചിട്ട് പല ആളുകളും നമ്മുടെ ചില്ലുകളൊക്കെ ക്ലിയർ ആക്കാറുണ്ട്, ഒന്ന് ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് നാലും അത്യാവശ്യം തിരക്കടില്ലാത്ത ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള നല്ലൊരു റിസൾട്ട് കിട്ടുന്ന 4 വഴികളാണ്. പക്ഷേ ഇത് തമ്മിലുള്ളൊരു കമ്പാരിസൺ അല്ലെങ്കിൽ ഏതാണ് ഏറ്റവും കൂടുതൽ നല്ലത് എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കൂടുതലൊന്നും പറഞ്ഞ് സമയം കളയാതെ നമ്മുടെ വീഡിയോ ഇട്ട് എടുക്കാം. അപ്പോൾ പല ആളുകളും സ്ഥിരമായിട്ട് ചെയ്യുന്നതും അതേപോലെ തന്നെ നമുക്ക് വളരെയധികം സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ കഴിയുന്നതുമായിട്ടുള്ളൊരു പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ചേമ്പിൻ്റെ ഇല, വെളിച്ചേമ്പ് എന്നാണ് സാധാരണ ഇതിനെ വിളിക്കുന്നത്. നമ്മുടെ റോഡ് സൈഡുകളിലൊക്കെ ഇഷ്ടംപോലെ നമുക്ക് ഈ ഒരു ചേമ്പിൻ്റെ ഇല അങ്ങനെ നിരന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ജസ്റ്റ് ഇത്തരത്തിലുള്ള ഒരു ഇല നേരെ പറിച്ചു കൊടുത്തിട്ട് നേരെ ഇങ്ങനെ മടക്കി പിടിച്ചതിന് ശേഷം ഒരു ഇല മുഴുവനായിട്ട് നമ്മുടെ കാറിൻ്റെ ചില്ലിൽ, നമ്മുടെ ഫ്രണ്ടിലത്തെ അല്ലെങ്കിൽ സൈഡത്തെ ഏതെങ്കിലും ഒരു ചില്ലിൽ ഇങ്ങനെ മുഴുവനായിട്ട് തേച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഏകദേശം ഒരു 1.5 മണിക്കൂറോളം ഇതിൻ്റെ എഫക്റ്റ് നമുക്ക് അതേപോലെ തന്നെ നല്ല രീതിയിൽ അനുഭവിക്കാൻ കഴിയും. അതായത് അത്ര വലിയൊരു രീതിയിൽ നമുക്ക് ഈ ഒരു ചില്ലുകളിൽ ഈ ആവി പിടിക്കുന്നത് ഇല്ലാതെ നമുക്ക് ഒരു 1.5 മണിക്കൂറോളം നമുക്ക് നല്ല രീതിയിൽ വണ്ടി ഓടിച്ച് പോകാൻ കഴിയും. അപ്പോൾ എന്തായാലും നമുക്കൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ ഒരു ചില്ലിൻ്റെ പകുതി ഭാഗത്ത് ഞാൻ ഈ ഒരു ഇല ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാണ്. ഓക്കെ, നമ്മുടെ ഈ ഒരു ചില്ലിൻ്റെ ഏകദേശം ഒരു പകുതി കാൽ ഭാഗമൊക്കെ നമ്മൾ ഈ ഒരു ഇല ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇത് ഏകദേശം ഇവിടെ എടുക്കട്ടെ. ഇനി ബാക്കിയുള്ള നമ്മുടെ മെത്തേഡുകൾ ജസ്റ്റ് അപ്പുറത്തെ ഏതെങ്കിലും ഒരു സൈഡ് ഗ്ലാസ്സിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഡോറിൻ്റെ വിൻഡോയിലാണ് നമ്മൾ ഈ ഒരു പരീക്ഷണം ജസ്റ്റ് നടത്താൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ ജസ്റ്റ് നടത്താൻ പോകുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ജസ്റ്റ് 4ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ആദ്യം നമ്മുടെ ഉരുളക്കിഴങ്ങ് ജസ്റ്റ് നേരെ പകുതി മുറിച്ചെടുത്താണ്. അപ്പോൾ അത് നമുക്ക് ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് ഈ ഒരു ഭാഗത്ത് നമ്മൾ നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് നമ്മുടെ ഈ ഒരു ഷേവിങ് ഫോമാണ്. ഇത് ജസ്റ്റ് ഒരു 50 രൂപക്ക് വാങ്ങിയതാണ്. ഇത്തരത്തിലൊരു 50 രൂപക്ക് ജസ്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു മഴക്കാലം മുഴുവനായിട്ട് അല്ലെങ്കിൽ ഒരു 1.5 മഴക്കാലം മുഴുവനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. ഇതങ്ങനെ കാര്യമായിട്ട് കമ്പനിയൊന്നും നോക്കിയില്ല, ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ഷേവിങ് ഫോം മാത്രമേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒന്ന് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി ഇത് നല്ല രീതിയിൽ നമ്മൾ ഈ ഒരു ചില്ലിൽ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കണം. അങ്ങനെ ഫോം അടിച്ചത് കുറച്ച് കൂടിയോ എന്നുള്ളൊരു സംശയമുണ്ട്. ഓക്കെ, ഫോം നല്ല രീതിയിൽ നമ്മൾ ആക്കിയിട്ടുണ്ട്. ഇനി ഒരു കോട്ടൻ്റെ ചെറിയൊരു തുണി ഉപയോഗിച്ചിട്ട് മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മുടെ ആ ഒരു ഫോം, നമ്മുടെ ഷേവിങ് ഫോം നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിയിൽ തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വിനാഗിരി അല്ലെങ്കിൽ നമ്മുടെ സുർക്ക എന്ന് പറഞ്ഞ സംഭവം ജസ്റ്റ് ഈ ഒരു കോട്ടൻ്റെ ഈ ഒരു തുണിയിലേക്ക് കുറച്ചാക്കുകയാണ്. കുറച്ച് മതി, കൂടുതലൊന്നും ആവണ്ട. ഓക്കെ, കുറച്ച് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം നമ്മൾ ഇതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് മിക്കവാറും ഒരുപാട് തവണ ഞാൻ ആവർത്തിക്കുന്നുണ്ട്, ദയവായി ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, നമ്മൾ ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ ഈ ഒരു വിനാഗിരി അപ്ലൈ ചെയ്തിട്ട് നല്ലൊന്ന് തുടച്ചെടുക്കുക. ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിനാഗിരി ഉപയോഗിക്കുമ്പോൾ ചെറിയ രീതിയിലൊരു സ്മെല്ല് വരും. ആ സ്മെല്ല് പറ്റാത്തവർക്ക് ഒരു വിനാഗിരിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു പെർഫ്യൂം ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ചെയ്താൽ മതി.
ഓക്കെ, നമ്മുടെ വിനാഗിരി നല്ല രീതിയിൽ അപ്ലൈ ചെയ്തു. ഈ ഒരു ഭാഗം നമ്മൾ ഇതേപോലെ ഫ്രീ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു വെളിച്ചേമ്പ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് അപ്ലൈ ചെയ്യുന്നില്ല. അത് മഴയുള്ള സമയത്താണ് കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ജസ്റ്റ് നമ്മൾ ആ ഒരു ഫ്രണ്ടിലത്തെ ആ ഒരു ചില്ലിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി മഴ പെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ അതും കാണിക്കാൻ കഴിയും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഏകദേശം നമ്മൾ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമ്മൾ നമ്മുടെ പൊട്ടാറ്റോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് തേച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഷേവിങ് ഫോം വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമ്മൾ സുർക്ക അല്ലെങ്കിൽ വിനാഗിരി നമ്മൾ ഈ ഒരു ഭാഗത്തും തേച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും മഴ നോക്കിയിട്ട് മഴ ഒന്നും വരുന്നത് കാണുന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ച് കൃത്രിമമായിട്ട് ജസ്റ്റ് ഒന്ന് ആവി പിടിപ്പിക്കുകയാണ്. നല്ല തിളച്ച വെള്ളമാണുള്ളത് കയ്യിൽ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആവി പിടിപ്പിച്ച് നോക്കാം. അപ്പോൾ നമ്മളെ ആവി പിടിപ്പിക്കൽ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു സ്ഥാനം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് തേച്ചതും അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു നമ്മുടെ ഷേവിങ് ഫോം തേച്ചെടുത്തും അധികം ഈ ഒരു എന്താ പറയുക, ഈ ഒരു നീരാവി പിടിച്ചിട്ടില്ല, ഈ ഒരു ഫോഗ് പിടിച്ചിട്ടില്ല. പക്ഷെ അതേ സമയത്ത് നമ്മൾ ഈ ഒരു വിനാഗിരി അപ്ലൈ ചെയ്ത സ്ഥലത്ത് നല്ല രീതിയിൽ തന്നെ ഫോഗ് പിടിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ ആവി പിടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് നമ്മൾ ഈ ഒരു തീരെ എന്താ പറയുക, നമ്മൾ തീരെ ഒന്നും ചെയ്യാത്തൊരു സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഒരു ഓർഡറിൽ നമ്മൾ ഏതാണ് ബെസ്റ്റ് എന്ന് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് നമ്മുടെ ഈ ഒരു ഫോമാണ്, നമ്മുടെ ഈ ഷേവിങ് ഫോമാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാം സ്ഥാനം ഈ ഒരു ഉരുളക്കിഴങ്ങ് തേച്ചതിന് അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് അപ്ലൈ ചെയ്തതിന് കൊടുക്കാൻ കഴിയും. അത് കഴിഞ്ഞിട്ട് ഈ ഒരു വിനാഗിരി അത്ര വലിയ രീതിയിലേക്ക് തോന്നിയില്ല. ഒരുപാട് ആളുകൾ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വിനാഗിരി ഇതിൽ ഉൾപ്പെടുത്തിയത്. പക്ഷെ അത്ര വലിയൊരു എഫക്റ്റീവ് അല്ല വിനാഗിരി എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു വെളിച്ചേമ്പിൻ്റെ ഇല നമ്മുടെ റോഡ് സൈഡുകളിലൊക്കെ ഇഷ്ടംപോലെ കിടക്കുന്നതാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ നമ്മുടെ ചില്ലിൽ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ടിട്ടുണ്ട്. പക്ഷേ നല്ല രീതിയിലൊരു മഴ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ കറക്റ്റായിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഒരുപാട് ആളുകൾ പറഞ്ഞതനുസരിച്ചിട്ട് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡ് തന്നെയാണ് ഈ ഒരു ഇല അപ്ലൈ ചെയ്യുന്നത് എന്ന് പറഞ്ഞത്. അപ്പോൾ അതാണ് ഞാനൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താനുള്ള കാരണം. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് ഇന്ന് രാത്രി തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ കുറച്ച് നേരത്തിനുള്ളിൽ മഴ കിട്ടിയിട്ടില്ല എങ്കിൽ ജസ്റ്റ് ഈ ഒരു വീഡിയോ നമ്മൾ അതേപോലെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നല്ല എഫക്റ്റീവായിട്ട് തന്നെ ഈ ഒരു ചേമ്പിൻ്റെ ഇല വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ഈ ഒരു ഷേവിങ് ഫോമുകൾ ജസ്റ്റ് ഒരു 50 രൂപ കൊടുത്തിട്ട് വാങ്ങിയിട്ട് നമ്മുടെ കാറിൽ വെക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. ഒരു 1.5 മഴക്കാലം ഞാൻ പറഞ്ഞ പോലെ തന്നെ മുഴുവനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാനും കഴിയും. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പറ്റുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് വരുന്നത് നമുക്ക് AC ഉണ്ടെങ്കിൽ പോലും AC ഇടാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മൾ വയസ്സായ ആളുകൾക്കൊന്നും ചില സമയത്ത് AC തീരെ പറ്റാത്തൊരു അവസ്ഥ, ഒരു എന്താ പറയുക, ഒരു അവസ്ഥാന്തരം ഉണ്ടാവാറുണ്ട്. അപ്പോഴൊക്കെയാണ് നമ്മൾ ആകെ പെട്ടുപോവുക. നമ്മൾ AC ഇട്ട് കഴിഞ്ഞാൽ ഒരു വിധത്തിലൊക്കെ നമുക്ക് ഈ ഒരു ഫോഗ് അല്ലെങ്കിൽ ഒരു മഞ്ഞ് പിടിക്കുന്നത് ഏകദേശമൊക്കെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. പക്ഷേ ഇങ്ങനെ ചില സന്ദർഭങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഏകദേശമൊക്കെ പെട്ടുപോകാറുണ്ട്. അല്ലെങ്കിൽ അതേപോലെ തന്നെ AC ഇല്ലാത്ത കാറുകളിലൊക്കെ ആണെങ്കിൽ ദീർഘദൂരമൊക്കെ നമ്മൾ പോകുന്ന സമയത്തൊക്കെ ആകെ ഒരു വിധമാവാറുണ്ട്. നമ്മൾ പലപ്പോഴും എനിക്ക് തന്നെ അനുഭവം ഉണ്ടായിട്ടുള്ളതാണ്. നമ്മൾ ഈ ചില്ലിലുള്ള ഈ ഒരു ഫോഗ് തുടക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരാൾ ഇരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങൾ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മാക്സിമം മറ്റുള്ളവരിൽ കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോക്ക് ജസ്റ്റ് ഒരു ലൈക്കും തരിക. പിന്നെ ഇതുപോലുള്ള വേറെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ഐഡിയകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിലും നല്ല നല്ല വീഡിയോസുകളുമായിട്ട് നമുക്ക് കൊണ്ടുവന്നിട്ടാം പ്രതീക്ഷയോടെ. ബൈ.